പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ തണലിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചടുത്ത് കൂടുന്നതിനും ഇന്നും വചനം ധ്യാനിക്കുന്നതിന് ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. നിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വഴികാട്ടിയായി, മാർഗനിർദ്ദേശിയായി, ആശ്വാസകനായി, വെല്ലുവിളിക്കുന്നതിനായി, ഞങ്ങളെ നയിക്കുന്നതിന്, കൂടെ ഇരിക്കുന്നതിന് നന്ദി. കർത്താവെ, വീണ്ടും ഞങ്ങൾ അല്പസമയം കൂടെ നിൻ്റെ സന്നിധിയിലിരിക്കട്ടെ. നീ ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടണമേ, ഞങ്ങളെ രൂപപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് ഹിതകരമാകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. ഇത്രയും സ്നേഹവുമുള്ള ബഹുമാനമുള്ള അച്ഛന്മാരെ, പ്രിയ വിശ്വാസ സമൂഹമേ, ഇവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്നും വൈകിട്ട് നമ്മൾക്കൊരുമിച്ച് ഈ കൺവെൻഷനിൽ ഇതിൻ്റെ 3-ാമത്തെ ദിവസം ഒരുമിച്ചായിരിക്കുന്നതിന് കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2-3 ദിവസം നിങ്ങളോടൊത്ത് ഒരുമിച്ച് വചനം ധ്യാനിക്കുന്നതിന് നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ക്ഷണം എനിക്ക് നൽകുകയും എന്നെ വിളിക്കുകയും ഈ ഒരു അവസരം ഒരുക്കിത്തരികയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛന്മാരോടും അബുദാബി മാർത്തോമ ഇടവകയോടും പ്രത്യേകാൽ യുവജന സഖ്യത്തോടും ഉള്ള നന്ദി അറിയിക്കട്ടെ. മാർത്തോമ യുവജന സഖ്യം, പ്രത്യേകാൽ അബുദാബി മാർത്തോമ യുവജന സഖ്യം, നിങ്ങൾ വളരെ ഭംഗിയായി അനുഗ്രഹകരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിൽ ഇന്ന് കേരളത്തിലെ പള്ളികളിൽ അന്യം നിന്ന് പോകുന്ന ഒരു സംഘടനയാണ് യുവജന സഖ്യം. ആളുകളില്ലാതെ പോകുന്ന ഒരു സംഘടനയാണ്. ഈ യുവജനങ്ങൾ ഇല്ലാത്തത് ആണ് ഒരു പ്രധാന കാരണം. എന്നാൽ ഇവിടെ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ, നിങ്ങൾ വന്നു പാർക്കുന്ന ഈ സ്ഥലങ്ങളിൽ യുവജന സഖ്യത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ദൈവം നിങ്ങളെ സഹായിക്കുന്നുവല്ലോ. ആ വലിയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും ഇടവകയ്ക്ക് ധന്യമായ നേതൃത്വം യുവജനങ്ങളിലൂടെ നൽകുകയും ചെയ്യുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു ധ്യാനത്തോടെ, വചനധ്യാനത്തോട് ചേർന്ന് ആരംഭിക്കുന്നതിനും വളരെ സന്തോഷം. വചനമാണല്ലോ നമ്മുടെ വഴികാട്ടി. അതുകൊണ്ട് ഒരു വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ ധ്യാനത്തോട് ചേർന്ന്, വചനധ്യാനത്തോട് ചേർന്ന് ആരംഭിക്കുന്നതിൽ ഒരിക്കൽ കൂടി നിങ്ങളെ അനുമോദിക്കുന്നു. ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചതിന് വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2-3 ദിവസം, ഇനി 1-2 ദിവസം, കുറച്ച് ദിവസം കൂടി നിങ്ങളോടൊപ്പം അടുത്ത ബുധനാഴ്ച വരെ ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും ഒക്കെ നന്ദി. നിങ്ങളുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, നിങ്ങളുടെ സ്നേഹം എല്ലാറ്റിനും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ജിജോ അച്ഛനോടൊത്ത് ഒരുമിച്ച് അച്ഛൻ്റെ പാസ്റ്റേജിൽ താമസിക്കുന്നതിനും നിങ്ങളുടെ പലവരുടെയും ഭവനങ്ങളിലൊക്കെ വരുന്നതിനുമൊക്കെ സാധിച്ചു. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങളോട് 1-2 പ്രാവശ്യമായി ഞാൻ പറയാനും ശ്രമിച്ചു. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് തുമ്പമണ്ണുള്ള ശ്രേയസ് എന്നൊരു സ്ഥാപനത്തിലാണ്. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആദ്യ ദിവസം തന്നെ നിങ്ങളോട് ഞാൻ പറയാനായി ഒന്ന് ശ്രമിച്ചിരുന്നു. ഒരു ഓൾഡ് ഏജ് ഹോമാണ്. 25ഓളം ആളുകൾ താമസിക്കുന്ന, പ്രായമുള്ള മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അതിലൊരു 10-11ഓളം ആളുകൾ കിടപ്പ് രോഗികളായവർ കഴിയുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഏകദേശം 11ഓളം സ്റ്റാഫുണ്ട്. 3 നഴ്സസും 2-3 ക്ലീനിങ് സ്റ്റാഫും 2 കുക്കും ഒക്കെയുള്ള 11 സ്റ്റാഫ് ഞങ്ങൾ കുടുംബമായി അവിടെ താമസിക്കുന്നു. കൂടാതെ അതിനോട് ചേർന്ന് മറ്റ് പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്താറുണ്ട്. എല്ലാ ദിവസവും രാവിലെ പത്തനംതിട്ട ആശുപത്രിയിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും ആഹാരം കൊടുക്കാറുണ്ട്. രാവിലെ 5 മണിയാകുമ്പോൾ ആഹാരം കൊണ്ട് പോകും. 5 മണിക്ക് ആഹാരം കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ ഓർക്കണം, 250ഓളം പേർക്ക് ആഹാരം പാചകം ചെയ്യണമെങ്കിൽ 3 മണി കഴിയുമ്പോഴേ എഴുന്നേൽക്കും. അതിന് കുക്കുണ്ട്, കൂടെ സഹായിക്കുന്നവരുണ്ട്. ഞാനും എൻ്റെ കൂടൊപ്പം സെമിനാരി പഠനമൊക്കെ നടത്തുന്ന, പഠനത്തിന് ശേഷമൊക്കെ പ്രാക്ടിക്കൽ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അതിൽ സഹായിക്കുകയും ആഹാരം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യും. ആരെങ്കിലുമൊക്കെ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്കതിൽ പങ്കാളികളാകാം. രാവിലെ 5 മണിക്ക് ശ്രേയസിൽ വന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം.
പോയി ആഹാരം വിതരണം ചെയ്യാനായിട്ട് പോകാം. നിങ്ങൾ നാട്ടിലൊക്കെ വരുന്നത് നല്ലതാണ്. ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തതാണ്. അവിടുന്ന് പലരും വരുമ്പോൾ രാവിലെ 5 മണിയാകുമ്പോൾ അവരെൻ്റെ അടുത്ത് വരാറുണ്ട്. പലരും വന്ന് എന്നോടൊപ്പം ഈ ആശുപത്രിയിൽ ആഹാരം കൊടുക്കുന്നതിന് വരും. 5 മണിക്ക് ചെല്ലുമ്പോൾ 5:30 ആകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ക്യൂ ഉണ്ടായിരിക്കും. ഒരു 10-100 പേരുള്ള ഒരു വലിയ ക്യൂ ഉണ്ടായിരിക്കും. 5 മണിക്ക് പോയാൽ 6-6:30 ആകുമ്പോൾ തിരിച്ച് ഞങ്ങളവിടെ വരും. അപ്പോൾ തന്നെ ഈ ആഹാരം തീരും. നല്ലൊരു ക്യൂ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. ആരെങ്കിലുമൊക്കെ അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുന്നെങ്കിൽ വന്നാൽ വളരെ സന്തോഷമാണ്. നേരത്തെ അറിയിക്കണം എന്നുള്ളത് മാത്രം. അതുപോലെ ഉച്ചയ്ക്ക് ഏകദേശം 10-25 ഭവനങ്ങളിൽ, അത് ആരോഗ്യമില്ലാതെ കിടപ്പിലായിരിക്കുന്ന 10-25 ഭവനങ്ങളിൽ ഭക്ഷണപ്പൊതി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നൽകാറുണ്ട്. അത് കൊണ്ട് കൊടുക്കാറുണ്ട്. അതിനൊരു വോളണ്ടിയറുണ്ട്. അത് ഒരു 11:30 ആകുമ്പോൾ 25ഓളം ഭവനങ്ങളിലേക്ക് ആഹാരവുമായി പോകാറുണ്ട്. കൂടാതെ എല്ലാ മാസവും 220ഓളം ക്യാൻസർ കിഡ്നി പേഷ്യൻസിന് അവർക്ക് ആവശ്യമായ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കിറ്റ് അത് ശ്രേയസ് നൽകുന്നുണ്ട്. അതും ഭവനങ്ങളിലെത്തിക്കുകയാണ്. ഏകദേശം ഒരു 10-25 കിലോമീറ്റർ റേഡിയസിലുള്ള ഭവനങ്ങളിലാണ് 220ഓളം ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, കിഡ്നി പേഷ്യൻസ് ഉണ്ട്. അവർക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കിറ്റ് എല്ലാ മാസത്തിലും നൽകി വരാറുണ്ട്. അതൊക്കെ ശ്രേയസ്സായി ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. ഞാൻ ഇതിൻ്റെ ചുമതലയിലേക്ക് എത്തിയപ്പോൾ, ഒരു സ്ഥാപനത്തിന് ചുമതലയിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു പത്തനംതിട്ട ആ ജില്ലയിൽ ഇത്രയും ആളുകൾ ഒരു കിറ്റിന് ആവശ്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു 220 ഭവനങ്ങളിലും ഞാൻ ആദ്യ മാസങ്ങളിൽ തന്നെ പോയി അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി. കുറച്ച് കുറയ്ക്കണം എന്ന പ്രതീക്ഷയിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ പലരുടെയും അനുഭവങ്ങളും കേട്ടപ്പോഴൊക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞ് പോയിടത്ത് പലർക്കും അങ്ങോട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റിന് പണം കൊടുത്തിട്ട് തിരിച്ചു പോരേണ്ടി വന്ന അനുഭവമുണ്ട്. നമ്മൾ ഈ അതിദാരിദ്ര്യമുക്തമാണ് കേരളം എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര കണ്ട് ശരിയല്ല എന്ന് തോന്നുന്ന അനുഭവമാണ്. അതും പത്തനംതിട്ട, നമ്മൾ കൂടുതൽ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ അങ്ങനെയുള്ള ആളുകൾ ഒരു മാസം ഗവൺമെൻറ് നൽകുന്ന ഈ പെൻഷൻ അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊട്ടും അതിശയോക്തിയല്ല, ഒട്ടും എക്സാജറേറ്റഡ് അല്ല. ഗവൺമെൻറ് നൽകുന്ന ഒരു 2,000-2,200 രൂപ മാത്രമാണ് ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതും പത്തനംതിട്ട ജില്ലയിൽ വളരെ ഉന്നതമായി ജീവിത നിലവാരം പുലർത്തുന്ന, ഇന്ത്യയിൽ തന്നെ ഉന്നതമായ ജീവിത നിലവാരം പുലർത്തുന്ന പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ വാസ്തവമാണ്. കാരണം ഞാൻ പോയി നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യേണ്ടതാണല്ലോ. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളൊക്കെ വരുമ്പോൾ, നാട്ടിൽ വരുന്നവർ ശ്രേയസ് കാണാനും അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകാനും വരുന്നതും വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കും. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ബാബു പി കുലത്താക്കലച്ഛനാണ് ഞങ്ങളുടെ ശ്രേയസിൻ്റെ വൈസ് പ്രസിഡൻ്റായി ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛനുമായും നിങ്ങൾ അച്ഛനെ കാണാനോ ഒക്കെ ആരെങ്കിലും വരുന്നെങ്കിൽ ശ്രേയസിലും വരണമെന്ന് ഓർപ്പിക്കുന്നു. വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിലാപങ്ങളുടെ പുസ്തകമാണ്. നമ്മൾ വായിച്ചു വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയും 3-ാം അധ്യായം 22 മുതൽ 26 വരെയും നമ്മൾ വായിച്ചതല്ലോ. അതുകൊണ്ട് ഞാനത് കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കട്ടെ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. അവൻ്റെ വിശ്വസ്തത വലിയതാകുന്നു, അത് രാവിലെ തോറും പുതിയതാകുന്നു എന്ന് പറയുന്ന ഭാഗം വേദപുസ്തകത്തിൽ വളരെയധികം വായിച്ചിട്ടില്ലാത്ത ധാരാളം പുസ്തകങ്ങളുണ്ട്, പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ. അപ്രകാരമുള്ള ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും കുറച്ച് വായിച്ചിട്ടുണ്ടായിരിക്കാം. അതിനെ പഠിക്കുവാൻ സാധാരണഗതിയിൽ പഠിക്കാറില്ലാത്ത ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ഞാൻ എൻ്റെ യൗവനകാലത്തിലൊന്നും ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നോ ഉത്തമഗീതത്തിൽ നിന്നോ ഒന്നും ഒരു പ്രസംഗങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവ വായിക്കണമെന്ന് കുറച്ചുകൂടെ ആഗ്രഹമുള്ള പുസ്തകങ്ങളാണ് വിലാപങ്ങളുടെ പുസ്തകവുമൊക്കെ. എന്തുകൊണ്ട് വിലാപങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്.
എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ നമ്മൾ വലിയ രീതിയിൽ വായിക്കാത്തത്? എന്തുകൊണ്ടത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല? അതെന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്തയാണ്. കരച്ചിലാണ്, വിലാപമാണ്. ഈ രണ്ട് പുസ്തകങ്ങളിലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ, ദൈവം വളരെ വലിയൊരു സ്ഥാനമൊന്നും വഹിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, കുറച്ചെടുത്ത് മാത്രമേ പറയുന്നുള്ളൂ. വിശ്വാസ പ്രഖ്യാപനം ഉണ്ട്, അതും 1-2 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കരച്ചിലുകളാണ്. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ പുസ്തകമാണ്, അല്ലെ? ഉൽപ്പത്തി മുതൽ നമ്മൾ വായിച്ചാൽ വലിയ വിശ്വാസ പ്രഖ്യാപനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കരുതലിലുള്ള, ആശ്രയത്തിലുള്ള വിശ്വാസമുണ്ട്. എന്നാൽ ഇവിടെ ഈ പുസ്തകത്തിൽ അത് വളരെ കുറവാണ്. ഒരു 1-2 വാക്യങ്ങളിൽ മാത്രമേ അത്ര വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പെടുത്ത് പറയുന്നുള്ളൂ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. വിലപിക്കുന്ന ഒരു സമൂഹം, വിലപിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഈ സമൂഹത്തെ കണക്കാക്കുന്നത്. ഈ വിലാപങ്ങളുടെ പുസ്തകം ഞാൻ ഇന്നലെ ഓർപ്പിച്ചുവല്ലോ, പഴയ നിയമത്തിൻ്റെ 3 ഭാഗങ്ങളിൽ 3-ാമത്തെ ഭാഗത്തിൽ വരുന്നതാണ്. 3 ഭാഗങ്ങൾ പറഞ്ഞു ഇന്നലെ: ന്യായപ്രമാണവും, പ്രവചനവും, എഴുത്തുകളും. ആ എഴുത്തുകളുടെ ഭാഗത്തിൽ വരുന്ന ഒരു പുസ്തകമാണ്, 5 പാട്ടുകളുള്ള ഒരു പുസ്തകമാണ് വിലാപങ്ങൾ. അത് പാട്ടുകളാണ്, കവിതകളാണ്, മനോഹരമായ കവിതകളാണ്. കവിതകളെന്ന് മാത്രമല്ല, എബ്രായ ഭാഷയുടെ മനോഹാരിത മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം കൂടിയാണ്. ഈ എബ്രായ ഭാഷയുടെ, എബ്രായ കവിതകളുടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ഇംഗ്ലീഷ് കവിതയൊക്കെ അതിൻ്റെ ഒരു മീറ്റർ, റിതം ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കാര്യമാണ് അലിറ്ററേഷൻ എന്നൊക്കെ പറയും. പല ഈ പ്രത്യേകതകൾ പഠിക്കും. ഈ കവിതയുടെ ഒരു വലിയ പ്രത്യേകത, ഈ എബ്രായ ഭാഷയിൽ 22 അക്ഷരങ്ങളാണുള്ളത്. ഓരോ ഈ വാക്യവും ആരംഭിക്കുന്നത് എബ്രായ ഭാഷയിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടാണ്. ABC എന്ന് പറയുന്നത് പോലെ അലഫ്, ബേദ്, ഗീമൽ, ദാലത്ത് എന്നൊക്കെ പറയും എബ്രായ ഭാഷയുടെ ഈ അക്ഷരങ്ങൾ. ആദ്യത്തെ വരി ആലഫ് കൊണ്ട്, A കൊണ്ട് ആരംഭിക്കുമെങ്കിൽ രണ്ടാമത്തെ ലൈൻ B കൊണ്ടാണ് ആരംഭിക്കുന്നത്, ബേത്ത് കൊണ്ടാണ് ആരംഭിക്കുന്നത്. മൂന്നാമത്തത് C കൊണ്ട്. അങ്ങനെ ആ ഒരു ആൽഫബറ്റിൻ്റെ 1, 2, 3 പറഞ്ഞ് വളരെ കൃത്യമായി ആരംഭിക്കുന്നതാണ് ഈ പുസ്തകം. 3-ാം അധ്യായത്തിന് മാത്രം ഓരോ 3 വരികളും ഓരോ അക്ഷരം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഒരക്ഷരം കൊണ്ട് A കൊണ്ട് ആദ്യത്തെ 3 ലൈൻ ആരംഭിക്കുന്നുവെങ്കിൽ അടുത്ത 3 ലൈൻ B കൊണ്ട്, ബ കൊണ്ട് ആരംഭിക്കും, ഖ കൊണ്ട് ആരംഭിക്കും. അങ്ങനെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുകയാണ്. വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തിയ 5 പാട്ടുകളാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം. ഇത് അവർ സാധാരണയായി ഈ പുസ്തകം വായിക്കുന്നത് എബ്രായ മാസത്തിലെ ആബീബ് മാസം 9-ാം തീയതിയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. യെരുശലേം ദേവാലയം, ശലോമോൻ പണിഞ്ഞ യെരുശലേം ദേവാലയം ബാബിലോണിയർ വന്ന്, നെബൂഖദ്നേസർ വന്ന് തകർത്ത് കളഞ്ഞതിൻ്റെ ഓർമ്മയാണ് ഈ ആബീബ് മാസം 9-ാം തീയതി. അന്നാണ് അതിൻ്റെ ഓർമ്മയിലാണ് അവർ ഈ പുസ്തകം വായിക്കും, വിലാപങ്ങൾ വായിക്കും. എല്ലാ വർഷവും ഈ ആബീബ് മാസം 9-ാം തീയതി ഈ വിലാപങ്ങളുടെ പുസ്തകം അവർ വായിക്കും. കാരണം അതവരെ ഓർമ്മപ്പെടുത്തുന്ന ചില വേദനകളുണ്ട്. അതവരെ അവരുടെ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ഇത് എഴുതിയത് ഇരമ്യാവാണ് എന്ന് പറയുന്നുണ്ട്. ഇരമ്യാവാണെന്ന് പറയാൻ കാരണം, ഇരമ്യാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇരമ്യാവിനെ കുറിച്ച് പറയുന്നത്, ഇരമ്യാവ് വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണല്ലോ, കരയുന്ന, വിലപിക്കുന്ന പ്രവാചകനാണ് ഇരമ്യാവ് എന്ന് സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യമുള്ളത് കൊണ്ട് ഇരമ്യാവിൻ്റെ പുസ്തകത്തോട് തൊട്ടടുത്തായി ഇത് ചേർത്തിരിക്കുന്നത് കൊണ്ടും ഇരമ്യാവാണ് ഇത് എഴുതിയത് എന്ന് ഒരു പക്ഷേ ചിന്തിക്കാറുണ്ട്. ഇത് എന്നെഴുതി എന്നുള്ളത് പ്രാധാന്യമാണ്. ഇന്നലെ സഭാപ്രസംഗി എന്നെഴുതി എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഇത് എന്നെഴുതി എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു, പ്രവാസം എന്നൊരു അനുഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു അനുഭവമാണ് പ്രവാസം. പ്രവാസം എന്നത് സ്വന്തം നാട്ടിൽ ജീവിച്ച് ആരാധിച്ചിരുന്ന സമൂഹത്തെ ഒരു അന്യ ദേശത്തിൽ നിന്ന് രാജാവും കൂട്ടരും വന്ന് തകർത്ത് കളഞ്ഞിട്ട്, അവിടുത്തെ ദേവാലയം തകർത്ത് കളഞ്ഞ് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയ 70 വർഷം അടിമകളായി താമസിക്കേണ്ടി വന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രവാസം, അല്ലെങ്കിൽ എക്സൈൽ. ദേ വർ ഇൻ എ ഫോറിൻ ലാൻഡ്. മറ്റൊരു രാജ്യത്തിൽ മറ്റൊരു രാജാവിൻ്റെ അടിമയായി താമസിക്കേണ്ടി വന്നു. എന്നാൽ ഈ വിലാപങ്ങളുടെ പുസ്തകം എഴുതുന്നത് അങ്ങനെ പോയ ആളുകളല്ല, ഈ ബാബിലോണിലേക്ക് കൊണ്ടുപോയ ആളുകളല്ല. മറിച്ച് നമ്മൾ വേദപുസ്തകം രാജാക്കന്മാരുടെയും ദിനവൃത്താന്തമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്
ഈ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയത് നാട്ടിലുണ്ടായിരുന്ന ഗുണമുള്ള കുറേ ആളുകളെയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന യൗവനക്കാരായ നല്ല സാമർഥ്യമുള്ള ആളുകളെല്ലാം പിടിച്ചുകൊണ്ടുപോയി. അവിടെ ഇട്ടിട്ട് പോയത് ആരെയാണെന്നറിയാവോ? ഈ അംഗഭംഗം വന്നവരെയും വലിയ പ്രൊഡക്ടിവിറ്റി ഇല്ല എന്ന് കരുതിയവരെയൊക്കെ അവിടെ കളഞ്ഞിട്ട് പോയി. പ്രായമുള്ളവരെയൊക്കെ അവിടെ കളഞ്ഞിട്ട് പോയി. ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലൊരു വിലാപത്തിൻ്റെ സമയമാണ്. ഈ ബാക്കി നിങ്ങളെപ്പോലുള്ള ഗുണമുള്ളവരൊക്കെ ഇന്ന് അബുദാബി വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഗുണമില്ലാത്തവരൊക്കെ ഇപ്പം കേരളത്തിൽ നാട്ടിൽ കിടക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇസ്രയേലിൽ ആയിരുന്നപ്പോൾ നാട്ടിൽ ആളില്ല, കാര്യങ്ങളൊന്നും ഭംഗിയായി നടക്കുന്നില്ല, എല്ലാം തകർന്ന് തരിപ്പണമായ അവസ്ഥ. തകർന്നത് സമൂഹത്തിൻ്റെ അവസ്ഥ മാത്രമല്ല, വിശ്വാസം തകർന്നൊരവസ്ഥ കൂടിയാണ്. പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്രയേലിയർ ചില ചോദ്യങ്ങൾ ചോദിച്ച സമയമാണ്. കാരണം യഹൂദനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, അത് യഹോവ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഈ ദേവാലയം ആരും തകർക്കാൻ പറ്റത്തില്ല. ഒരാളെ കൊണ്ടും യെരൂശലേം ദേവാലയം തകർക്കാൻ സാധിക്കില്ല. കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ വസിക്കുന്ന ഇടമാണ് യെരൂശലേം ദേവാലയം. നോബഡി ക്യാൻ ഡിസ്ട്രോയ് ദ ടെമ്പിൾ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് ആദ്യം ചെയ്തത് എന്താന്ന് വെച്ചാൽ നേരെ വന്നത് ദേവാലയത്തിലാണ്. തകർത്ത് കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു, ഡെസിക്രേറ്റ് ചെയ്തു, അതിനെ അശുദ്ധമാക്കി. അവിടുത്തെ ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാ വിശുദ്ധമായ വസ്തുക്കളും എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ദേവാലയം തകർന്നു. അപ്പോൾ യെരൂശലേം ദേവാലയം അതിൻ്റെ ഒരു പ്രതിഷ്ഠ നടക്കുമ്പോൾ അത് 1 ദിനവൃത്താന്തം 9 അവിടെ 5 ശലോമോൻ രാജാവ് പ്രതിഷ്ഠ നടത്തുമ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ദൈവമേ, എൻ്റെ ജനം എവിടെ വന്നാലും എവിടെ വെച്ച് എന്ത് അനുഭവം വന്നാലും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നീ കേൾക്കണം, ഇങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചാൽ നീ കേൾക്കണം, ക്ഷാമം വന്ന് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നീ കേൾക്കണം. ഇതൊക്കെ പ്രാർത്ഥിക്കും. എന്നാൽ ഇപ്പോൾ എന്തില്ല, ദേവാലയമില്ല, തകർന്നു പോയി. മാത്രമല്ല അന്നത്തെ ഒരു ചിന്ത, ഒരു രാജ്യം തോറ്റാൽ തോക്കുന്നത് രാജ്യമല്ല, ആ രാജ്യത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായ ദൈവമുണ്ട്. ഇസ്രയേലിൻ്റെ ദൈവം യഹോവയാണെങ്കിൽ ബാബിലോണിൻ്റെ ദൈവം മാർദൂക്കാണ്. മാർദൂക്ക് എന്ന ദേവനെയാണ് അവർ ആരാധിച്ചിരുന്നത്. അപ്പോൾ ബാബിലോൺ വിജയിക്കുമ്പോൾ മാർദൂക്ക് വിജയിക്കും, യഹോവ പരാജയപ്പെടും. അപ്പോൾ ഇപ്പോൾ പരാജയപ്പെട്ട ഒരു ദൈവത്തോട് നോക്കുന്നവരാണ് ഈ ജനം. അപ്പോൾ അവരുടെ വിശ്വാസം തകർന്ന് തരിപ്പണമായി, അല്ലേ? ഒന്നുമില്ല. അതേപോലെ മറ്റൊരു വിശ്വാസമാണ് ദാവീദിന് കൊടുത്തൊരു ഉറപ്പ്. യഹോവ പറഞ്ഞു, നിന്റെ സന്തതി എന്നും ഈ അധികാരത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. രാജാവ് ചെയ്ത രണ്ടാമത്തെ കാര്യം, ഈ നെബൂഖദ്നേസർ ചെയ്ത രണ്ടാമത്തെ കാര്യം, രാജാവിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ അടുത്ത വിശ്വാസവും തകർന്നു. അവരുടെ പൂർണ്ണമായ വിശ്വാസം തകർന്ന് തരിപ്പണമായി. അപ്പോൾ ഇതുവരെ വളരെ സ്ട്രക്ചേർഡായി വളരെ ക്രമമായി പൊക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം, ക്രമമായി പൊക്കൊണ്ടിരിക്കുന്ന ആരാധന, ക്രമമായി പൊക്കൊണ്ടിരിക്കുന്ന ദേവാലയം, സമൂഹം, ഇതെല്ലാം തകർന്ന് തരിപ്പണമായി. ദ ഓർഡേർഡ് വേൾഡ് ബിക്കം ഡിസോർഡേർഡ്. പെട്ടെന്ന് തരിപ്പണമായി പോയി. പ്രതീക്ഷിച്ചിരുന്ന കാര്യമേ അല്ല. ഈ കാലത്തിൽ എഴുതപ്പെട്ട മറ്റൊരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. 1-ാം അധ്യായം നമ്മൾ വായിച്ചാൽ ഇയ്യോബിൻ്റെ ഇങ്ങനെ വളരെ ക്രമീകൃതമായ ഒരു ജീവിതം നയിക്കുന്ന ആളാണ് ഇയ്യോബ്. മക്കളുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് ഈ എല്ലാം ക്രമമായി പോയത് മുഴുവൻ തകർന്ന് തരിപ്പണമായി. നിങ്ങൾ ഈ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ വളരെ രസകരമാണ്. അവിടെ ഓരോരുത്തർ വരും. ഒരു ദൂതൻ വന്നിട്ട് പറയും, ഇങ്ങനെ ശബായർ വന്നു, ഉള്ളത് മുഴുവൻ തകർന്ന് തരിപ്പണം, എല്ലാത്തിനെയും കൊണ്ട് പിടിച്ചുകൊണ്ട് പോയി. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം തന്നെ അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞു, വലിയ കാറ്റടിച്ചു, നിന്റെ മക്കൾ ഈ ദാസിദാസന്മാരും ആടുമാടുകളെല്ലാം ചത്തുപോയി. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അടുത്ത ആൾ വന്നിട്ട് പറയും, മക്കളെ മുഴുവൻ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ ഓരോന്നും നടക്കുന്നത് ഇങ്ങനെ ചെയിനാണ്. ഒരു സമയം പോലും കൊടുക്കുന്നില്ല. ഇടയ്ക്കൊരു ശ്വാസം എടുക്കാനുള്ളൊരു സമയം പോലും ഇയ്യോബിന് ഇല്ല, അല്ലേ? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഈ കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടെ അല്ലേ ഈ കൂട്ടത്തോടെ വരുമെന്നാണ് പറയുന്നത്. നാട്ടിൽ പറയാറുണ്ട്, ഈ കഷ്ടകാലവും KSRTC ബസ്സും ഒരേപോലെയാണെന്നാണ് പറയുന്നത്. കാരണം നോക്കിയിരിക്കുമ്പോൾ ഒന്നും വരത്തില്ല, വരുമ്പോഴോ ഇതെല്ലാം കൂടെ കൂട്ടത്തോടെ വരും. കഷ്ടകാലം അങ്ങനെയാണ്. നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഒന്നും വരത്തില്ല, പക്ഷെ വരുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടത്തോടെ ഒരുമിച്ചാണ് വരുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ച്. തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. അവരുടെ ജീവിതം മുഴുവൻ ഡിസോർഡേർഡായി. അതുവരെ അവർ പ്രതീക്ഷിച്ചതേ അല്ല. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഒരു യുദ്ധമൊക്കെ പെട്ടെന്ന് ഉണ്ടാവുമെന്ന്?
തകർന്ന് നമ്മുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം എഴുതപ്പെടുന്നത്. ഈ സമൂഹം അവരിങ്ങനെ ആ നാട്ടിൽ ഒന്നും വിശ്വസിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു ദേവാലയം പോലും ഇല്ലാതെ എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ ആ ജനമാണ് ഇവിടെ ഈ കരയുന്നത്. അവർ എന്നും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ച നങ്കൂരങ്ങളൊക്കെ പൊട്ടിപ്പോയപ്പോൾ അവർ കരയുകയാണ്. അതുകൊണ്ട് രണ്ട് മൂന്ന് ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞ് നിർത്താമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, വിലപിക്കാനൊരു ധൈര്യം ഉണ്ടാകണം. കറേജ് ടു ലാമെന്റ്. വിലാപങ്ങളുടെ പുസ്തകം നമ്മളോട് പറയുന്നത് കരയാൻ ധൈര്യം ഉണ്ടാകണം എന്നാണ്, കരയണം എന്നാണ് പറയുന്നത്. ഈ ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഉത്സവത്തിനാരും വരായക കൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു, പുരോഹിതന്മാർ നെടുവീർപ്പെടുന്നു, സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും വിട്ടുപോയി. നോബഡി ടു കംഫർട്ട്, ആരുമില്ല. നൺ ടു കംഫർട്ട്, സഹായിക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇല്ലാത്ത ഒരവസ്ഥയാണ്. മറുവശത്ത് യെരുശലേം ഇങ്ങനെ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവിടെയാണ് ജനം കരയുന്നത്, വിലപിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോകം അത് അന്നും ഒരു പക്ഷേ കരച്ചിലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ലോകമല്ല. കരയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, അതെന്തിൻ്റെ ഈ കരയുന്നത് ആരുടെ സിമ്പലാ? ഈ ആണുങ്ങൾ ആരെങ്കിലും കരഞ്ഞ ഉടനെ പറയും നാണമില്ല ഉടനെ ചോദിക്കത്തില്ലേ അല്ലേ? പെണ്ണുങ്ങളെ പോലിരുന്ന് കരയുക എന്ന് പറയും അല്ലേ എന്ന് പറയാറുണ്ട്. കാരണം കരയുന്നത് ഒരു ബലഹീനതയാണ് എന്ന് ചിന്തിക്കുന്ന ലോകം. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആകണം വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കാത്തത്. എന്നാൽ കരയാൻ നമുക്ക് പറ്റണം, സാധിക്കണം എന്നാണ് പറയുന്നത്. കരയണമെങ്കിൽ എന്തോ വേണം? നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം. സെൻസിറ്റീവ് അല്ലാത്തവർക്ക് കരയാനൊക്കത്തില്ല. ഇൻ്റലിജൻ്റ് ആയി നിൽക്കുന്നവർ പലപ്പോഴും കരയാറില്ല. സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കരയാറുള്ളൂ. നമ്മൾ ഇന്നത്തെ ലോകം AI-യുടെ ലോകമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകമാണ്. ഈ AI-യുടെ പ്രത്യേകത എന്താ? ഇൻ്റലിജൻസ് വളരെ വലുതാണ്. പക്ഷേ അതിനൊരു സെൻസിറ്റിവിറ്റി ഉണ്ടോ? നമ്മൾ നമ്മൾ ഇതിനോട് ചോദിച്ചാൽ, AI-യോട് ChatGPT-യോട് ചോദിച്ചാൽ ChatGPT ഉത്തരം തരും അല്ലേ? കരയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊരു കരയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, അത് ഇൻ്റലിജൻസ് ആണ് അല്ലേ? യുവാൽ നോവ ഹരാരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ഹരാരി ഈ ഹോമോസാപ്പിയൻസ് ഹോമോഡിയൂസ് എന്നൊക്കെ പുസ്തകം എഴുതിയ വളരെ വലിയ പുസ്തകങ്ങൾ എഴുതിയ ആളാണ് യുവാൽ നോവ ഹരാരി. ഈ AI ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് ഹരാരി പറയുന്നത്, യു ക്യാൻ ക്രിയേറ്റ് ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യലി ബട്ട് യു കൻ നോട്ട് ക്രിയേറ്റ് ഇമോഷൻസ് ആർട്ടിഫിഷ്യലി. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഗുണമാണ് കരയുക എന്ന് പറയുന്ന ഗുണം. കരയണമെങ്കിൽ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നവർക്ക് മാത്രമേ കരയാൻ സാധിക്കുകയുള്ളൂ. യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്ന വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം സഹോദരിയുടെ വേദനയെ തൻ്റെ വേദനയായി ഉൾക്കൊണ്ടത് കൊണ്ടാണ് യേശുവിന് കരയാൻ സാധിച്ചത്. കരഞ്ഞിട്ട് എത്ര നാളായി? കരഞ്ഞിട്ടുണ്ടോ നമ്മൾ? ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ എവിടെയെങ്കിലും കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടോ? ഇന്നലെ ഞാൻ ചോദിച്ചതുപോലെ ചിരിച്ചിട്ട് എത്ര നാളായി എന്ന് പറയുന്നത് പോലെ കരഞ്ഞിട്ട് എത്ര നാളായി? കരയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. അത് എൻ്റെ വേദനകളെ മാത്രമല്ല, എൻ്റെ സഹോദരൻ്റെ വേദനകളും എൻ്റെ വേദനകളാകുമ്പോൾ കരയാൻ നമുക്കൊക്കും. ഈ പ്രശ്നങ്ങളോട് പല രീതിയിൽ നമുക്ക് പ്രതികരിക്കാം, പല രീതിയിൽ. അതിന് ഈ ഫിലോസഫി പോലും ഉണ്ട് കേട്ടോ. പഴയകാലം തൊട്ടുള്ള ഫിലോസഫി ഉണ്ട്. നമ്മൾ ഈ അറിയാതെ പ്രതികരിക്കുന്ന ചില കാര്യങ്ങൾക്ക് തത്വശാസ്ത്രത്തിലെ ചില ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും, ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ, ഒരു കാര്യമില്ല. അതിന് ഒരു ഫിലോസഫി ഉണ്ട്. ഫിലോസഫിയുടെ പേര് സ്റ്റോയിസിസം എന്നാണ്. സ്റ്റോയിക് അക്സെപ്റ്റൻസ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ കാര്യമൊന്നുമില്ല, ഇനി എന്ത് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഇതിങ്ങനെയൊക്കെ അങ്ങ് പോകത്തുള്ളൂ. അതിന് പറയുന്ന പേരാണ് ഈ സ്റ്റോയിസിസം എന്ന് പറയും. അത് പണ്ടേ ഉള്ളൊരു ഫിലോസഫിയാണ്, നമ്മൾ അറിയാതെ പറയുന്നതാണ്. പക്ഷെ നമ്മളും ചിലപ്പോഴൊക്കെ ഫിലോസഫീസ് ആയിട്ട് മാറുന്നത് അങ്ങനെയാണ്. ഒരു കാര്യമില്ല, ഇനി എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, അങ്ങനെയൊക്കെ അങ്ങ് പോവും. രണ്ടാമത്തെ ഒരു ചിന്തയുണ്ട്, ആര് കഷ്ടപ്പെട്ട എനിക്ക് എന്തുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആനന്ദിക്കും. അതിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട്, എന്താ? എപ്പിക്യൂറിയനിസം എന്ന് പറയും. അതും ഒരു ഫിലോസഫിയാണ്. ആര് കഷ്ടപ്പെട്ടാലും അത് എന്നെ ഒന്നും ബാധിക്കുന്നില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഉണ്ട്,
സ്വിഗ്ഗി, നാട്ടിലാണെങ്കിൽ സ്വിഗ്ഗിയും ഇവിടെ എന്താണെന്ന് അറിയാം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആര് കഷ്ടപ്പെട്ട എത്ര കൊറോണ വന്നാൽ എനിക്കെന്താ പ്രശ്നം? ഞാൻ വീട്ടിലിരിക്കും, വർക്ക് ഫ്രം ഹോമാണ്. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ടിറങ്ങേണ്ട ആവശ്യമില്ല. എന്ത് പ്രശ്നം വന്നാലും, ഇനി കൊറോണ വന്നാലും യുദ്ധം വന്നാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതിന് പറയുന്ന പേരാണ് എപ്പിക്യൂറിയനിസം എന്ന് പറയും. പ്രശ്നങ്ങളാണ് അല്ലേ. മറ്റൊന്നുണ്ട്, വേറൊരു ചിന്ത നമ്മളെപ്പോലുള്ളവരുണ്ട്. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പറയും ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, കാരണം നമ്മൾ മറു ലോകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ. അതും ഒരു ഫിലോസഫിയാണ്, പ്ലേറ്റോണിസം എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ലോകം ഒരു കാര്യമില്ല, വേറെ ഏതോ ലോകമാണ്. ദൈവം നമുക്ക് ഈ ലോകത്തിൽ തന്നപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കണം. ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കാനല്ല വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ല. വിലാപങ്ങൾ നമ്മളോട് പറയുന്നത് ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായി കണ്ട് കരയാനുള്ളൊരു ധൈര്യം നമുക്കുണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്ന മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ കർത്താവ് വരുമ്പോൾ ഇങ്ങനെ പോകാൻ കാത്തിരിക്കുക. ഈ കഷ്ടങ്ങൾ ഒരു പ്രശ്നമില്ല, വന്നോട്ടെ, വേറെ വല്ലവർക്കും ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. നമ്മൾ ഈ ചില മരണ വീട്ടിൽ ചെന്നിട്ട് ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കർത്താവിൻ്റെ ഏറ്റവും നല്ല പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിലെ നല്ല പൂവിനെ കണ്ടപ്പോൾ അവിടെ കാവൽക്കാരന് അവകാശമുണ്ട് എന്ത് ചെയ്യാൻ, അത് പറിച്ചുകൊണ്ട് വരും. എൻ്റെ പൂന്തോട്ടത്തിൽ കയറി പൂ പറിക്കുമ്പോഴാണ് പ്രശ്നം. വല്ലവൻ്റെയും പൂന്തോട്ടത്തിൽ കയറി പൂ പറിക്കും നമുക്ക് പറയാൻ എളുപ്പമാണ്. എൻ്റെ പൂന്തോട്ടത്തിൽ ഞാൻ നോക്കി വെച്ചിരിക്കുന്ന പൂ ആരെങ്കിലും പറിച്ചാൽ അപ്പോൾ എന്നെ അത് ബാധിക്കും. വല്ലവനെ നോക്കിയിട്ട് പറയാം ഒരു കാര്യമില്ല മോനെ, ഇപ്പം കരയണ്ട. ചിലർ ഈ മരണ വീട്ടിലൊക്കെ വന്നിട്ട് പറയുന്ന കാര്യമുണ്ട്, ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ പറയും നീ വിശ്വാസമില്ലാത്തവളെ പോലെ കരയാൻ പാടില്ല. കരയാൻ എന്താ പ്രശ്നം? കരയണം. വേറൊരു കൂട്ടരുണ്ട്, അവർ ഈ ട്രാൻസാക്ഷണൽ മോഡെന്ന് പറയും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പറയും അത് എന്തോ അവൻ അല്ലെങ്കിൽ അവൾ കുഴപ്പം കാണിച്ചോണ്ടാ. നമ്മൾ കുഴപ്പം കാണിച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന വേദനകളൊക്കെ നമ്മൾ കുഴപ്പം അതിന് പറയുന്ന പേരാണ് ട്രാൻസാക്ഷണൽ ഫിലോസഫി എന്ന് പറയും. കാരണം നമ്മൾ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, നമ്മൾ എന്നിട്ട് അറിയാതെ പറയും എന്തെങ്കിലും അവരുടെ മുമ്പിൽ വെച്ച് പറയത്തില്ലെങ്കിലും പിന്നെ മാറി പറയും അല്ലേലും തീ ഇല്ലാതെ പുക ഉണ്ടാവത്തില്ലല്ലോ, എവിടോ തീയുണ്ട്, അവൻ എന്തോ കുഴപ്പം കാണിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ വരുന്നത് ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കൊറോണ വന്നപ്പോൾ ആര് കുഴപ്പം കാണിച്ചോണ്ടാ? ദൈവം നമ്മളെ ശിക്ഷിച്ചതാണോ? ശിക്ഷിച്ചതാണെങ്കിൽ ഏറ്റവും അനുഭവിച്ചതെല്ലാം പാവം പിടിച്ച കുഞ്ഞുങ്ങൾ അവർ അനുഭവിച്ചു. അവരെന്ത് പാപം ചെയ്തിട്ടാ അല്ലേ? മറ്റൊരു ചിന്തയാണ് പറയുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതി. എളുപ്പമാണ് പറയാൻ അല്ലേ, ഏറ്റവും എളുപ്പമുള്ള ചില കാര്യങ്ങളാണത്. ദൈവത്തിൻ്റെ പദ്ധതി മോനെ നീ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. അപ്പോൾ അത് പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞു, ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ്. ഇതെല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ കരയണ്ട, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം എന്നെ ഉപദ്രവിക്കാൻ ചിലപ്പോൾ പറയും നമ്മളെ പഠിപ്പിക്കാനാ, അല്ലെ എന്നെ പഠിപ്പിക്കാനാ. നിങ്ങളെ ഉപദ്രവിച്ചിട്ടാണോ എന്നെ പഠിപ്പിക്കാൻ? അല്ലെ എന്നെ ഉപദ്രവിച്ചിട്ടാണോ നിങ്ങളെ പഠിപ്പിക്കാൻ? ഇത് എന്താണ്? ഇതൊന്നും ഉത്തരവൊന്നും ഉള്ളതല്ല കേട്ടോ. ഞാനിതുകൊണ്ട് എന്തുകൊണ്ടാണെന്നൊന്നും പറയാനല്ല വന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണയായി പറയുന്ന ചില സംഭവങ്ങളാണ്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി എടുക്കുന്ന ചില സ്റ്റാൻസ് ആണ്. എന്നാൽ വേദപുസ്തകം, വിലാപങ്ങളുടെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ അനുഭവങ്ങൾ, അത് അനുഭവം തന്നെയാണ്, യാഥാർത്ഥ്യമാണ്. അവിടെ കരയണം, വേദനിക്കണം, വിലപിക്കണം. അത് വിലപിക്കാനൊരു ധൈര്യം ഉണ്ടാകണം. കരയണമെങ്കിൽ കരയുന്നവർ ധൈര്യമുള്ളവരാണ്. ധൈര്യമുള്ളവർക്ക് മാത്രമേ കരയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഈ ജനം ഇവിടെ വിളിച്ചു പറയുകയാണ് ദ സിറ്റുവേഷൻ ഈസ് നോട്ട് ഗുഡ്. ഞങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളൊന്നും അത്ര നല്ലതല്ല, നല്ല രീതിയിലല്ല പോകുന്നത്, പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണ്. കരയുന്നവർ പ്രശ്നങ്ങളെ എടുത്തു പറയുന്നവർ, പ്രശ്നം മനസ്സിലാക്കിയവരാണ്. നമ്മളുടെ പ്രശ്നം ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കിതൊന്നും ബാധിക്കാത്തത്. എല്ലാം മനസ്സിലാക്കിയവർക്ക് കരയാതിരിക്കാൻ ഒക്കില്ല. കരയാൻ ഒക്കണമെങ്കിൽ കരയുന്നവർ എല്ലാം മനസ്സിലാക്കുന്നവരാണ്. ലാമെന്റിങ് നീഡ് എംപതി. കാണാറുണ്ടോ? ഇവിടെ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, അയ്യോ ഇത് കാണണം, ഇത് കേൾക്കണം, ഈ സമൂഹത്തിന്റെ അവസ്ഥ കാണണം, കേൾക്കണം. യു ഷുഡ് ഹിയർ ആൻഡ് യു ഷുഡ് സീ. കാരണം നമ്മൾ കടന്നു പോകുന്ന അനുഭവം അത്ര നല്ല അനുഭവങ്ങളല്ല എന്ന് പറയാറുണ്ട് ഇല്ലേ? നല്ല അനുഭവങ്ങളാണല്ലോ. ഈ കരയുമ്പോഴാണ് അവർ പറയുന്നത് ഈ സിറ്റുവേഷനൊന്നും അത്ര നല്ലതല്ല. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് മറുപടി കണ്ടെത്താൻ നമുക്കൊക്കെയുള്ളൂ അല്ലേ? ഇങ്ങനെ പറയാറുണ്ടല്ലോ, ദ ഗ്രേറ്റസ്റ്റ് മാലഡി ഓഫ് അവർ ടൈം ഈസ് ദാറ്റ് വി ഡോണ്ട് ഡിസേൺ വാട്ട് വി ലാക്സ്. നമ്മുടെ കുറവെന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കാണണം, നമ്മൾ കേൾക്കണം, കരയാൻ നമ്മൾ തയ്യാറാകണം എന്നാണ്. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
കരയാനുള്ളൊരു ധൈര്യമുണ്ടാകണം, വിലപിക്കാനുള്ളൊരു ധൈര്യമുണ്ടാകണം. 2, കരച്ചിലെന്ന വിലാപങ്ങളുടെ മധ്യത്തിൽ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ദ ഫെയ്ത്ത് പ്രൊക്ലമേഷൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ലാമെന്റ്. ഈ 3-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ 3-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ, ഇത് അവൻ്റെ ദയ എല്ലാം വലിയതാകുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. 3-ാം അധ്യായം, നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു എന്ന് പറയുന്നു. വളരെ രസകരം, ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ 5 അധ്യായങ്ങൾ വാക്യത്തിൻ്റെ എണ്ണം നമ്മൾ എടുത്താൽ അതിൻ്റെ ഒത്ത മധ്യത്തിൽ വരുന്ന വാക്യമാണിത്. അപ്പുറം ഇപ്പുറവും പിന്നെ മുഴുവൻ വിലാപമാണ്. ഈ 3-20 വരെയും 23 തൊട്ടും അങ്ങോട്ട് പിന്നെ മുഴുവൻ വിലാപങ്ങളാണ്. അപ്പുറവും ഇപ്പുറവും വിലാപങ്ങളാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്നൊരു വാക്യമാണ് ഇത്. അവൻ്റെ ദയ രാവിലെ തോറും ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ഇറ്റ് ഈസ് ന്യൂ ഇൻ എവറി മോർണിംഗ്. അതാണ് അതിൻ്റെ സെൻറ്റർ, അല്ലേ? അത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വളരെ പർപ്പസ്ഫുള്ളി ക്രാഫ്റ്റ് ചെയ്ത ഒരു കവിതകളാണ്. ഇത് നടുക്ക് വരാനുള്ള കാരണം എന്താ? സെൻറ്ററിൽ വരാനുള്ള, നമ്മൾ ഈ ഫിസിക്സിൽ പഠിക്കുമല്ലോ, ഈ ഫൾക്രം, അല്ലേ? ഫൾക്രം എന്നല്ല ഈ ഫിസിക്സിൽ പഠിക്കുന്നത്. ഈ സീസോയൊക്കെ ഉള്ളത് അപ്പുറവും ഇപ്പുറവും ഒരേപോലെ വെയിറ്റ് നടുക്ക് നിൽക്കുന്ന ഒരു കൊച്ചു ഒരു പോയിന്റിലാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത്. അപ്പുറവും ഇപ്പുറവും മുഴുവൻ വിലാപത്തിൻ്റെയും വേദനകളുടെയും അനുഭവങ്ങളാണെങ്കിലും നടുക്ക് നിൽക്കുന്ന ഈ ഒരു ചെറിയൊരു ടിപ്പുണ്ട്. ആ ടിപ്പാണ് ഈ വാക്യം. അതാണ് ഏറ്റവും വലിയ വാക്യം. അവിടെയാണ് പറയുന്നത്, ഈ അവൻ്റെ ദയ രാവിലെ തോറും പുതിയതാണ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു വശത്തെ കരച്ചിൽ, മറ്റൊരു വശത്ത് പ്രതിസന്ധികൾ, സമൂഹം തകർന്നു തരിപ്പണമാകുന്നു. ഇവിടെയാണ് ഈ വാക്യം, ദൈവത്തിൻ്റെ കരുണ തീർന്നു പോകുന്നില്ല, അത് രാവിലെ തോറും പുതിയതാണ് എന്ന് പറയുന്നത്. എവറി മോർണിംഗ് ഇറ്റ് ഈസ് ന്യൂ, അല്ലേ? ഈ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു തുടങ്ങിയത്, ഓരോ ദിവസവും ഓരോ നിമിഷവും അതൊരു അത്ഭുതമാണ് എന്ന് തിരിച്ചറിയണം, അല്ലേ? എവറി മോർണിംഗ് ഇറ്റ്സ് ന്യൂ, പുതിയതാണ്. നമ്മൾ ഈ തുമ്മുമ്പോൾ, സ്നീസിങ്, തുമ്മുന്ന സമയത്ത് ഇംഗ്ലീഷുകാർ പറയുന്നൊരു വാക്കുണ്ടെന്നറിയാം, ഗോഡ് ബ്ലെസ് യു. എന്തിനാ അങ്ങനെ പറയുന്നതെന്നറിയാമോ? തുമ്മുമ്പോൾ ഇങ്ങനെ ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ. ഈ നിങ്ങൾ പുറത്തേക്ക് വിട്ട ഈ ശ്വാസം അത് തിരിച്ചെടുക്കാൻ മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിന്നെ സഹായിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ്. അതൊരു വലിയ അത്ഭുതമല്ലേ? നമ്മളിങ്ങനെ പുറത്തേക്ക് വിടുന്ന തുമ്പല്ല, ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ എക്സെയിൽ ചെയ്യുമ്പോൾ, പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ തിരിച്ചത് എടുക്കാൻ അത് ദൈവം കരുതുന്നതുകൊണ്ടല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഓരോ നിമിഷവും, എവറി മൊമെന്റ് ഈസ് എ വണ്ടർ. ദ ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് ഗോഡ് ഓഫ് സർപ്രൈസസ് എന്നാണ് പറയുന്നത്. വേദപുസ്തകത്തിലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ഗോഡ് ഓഫ് സർപ്രൈസസ്. ആൻഡ് എവറി മൊമെന്റ് ഈസ് എ സർപ്രൈസ്. ഈ പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് പറയാം. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രയേലിനെ വിടുവിച്ച ദൈവം നേരെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? മരുഭൂമിയിലേക്കാണ് കൊണ്ടുപോയത്. നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞെങ്കിലും അങ്ങോട്ടല്ല കൊണ്ടുപോയത്, നേരെ കൊണ്ടുപോയത് മരുഭൂമിയിലാണ്. ഈ മരുഭൂമിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? മരുഭൂമി ദ എക്സ്പീരിയൻസ് ദ ലാക്ക് ഓഫ് ദ റിസോഴ്സസ്. വെള്ളം, വസ്ത്രം, ആഹാരം, പാർപ്പിടം ഇതെല്ലാം ഇല്ലാതെ, അല്ലേ? വീടില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. അപ്പോൾ ദൈവം ഭക്ഷണം കൊടുക്കും, അത്ഭുതമാണ്, മന്ന കൊടുക്കും. വാട്ട് ഈസ് ദിസ്? ഇതെന്ത് എന്ന് ചോദിക്കുന്ന ഒരു വണ്ടറാണത്. ആഹാരം കൊടുക്കുമ്പോൾ അതൊരു അത്ഭുതം കൊടുക്കുകയാണ്. വെള്ളം, പാറയെ അടിച്ച് വെള്ളം കൊടുക്കും, അതും ഒരു അത്ഭുതമാണ്. അപ്പോൾ ഷെൽട്ടർ ഇല്ലാത്തപ്പോൾ ദൈവം തൻ്റെ ഈ ഷഖീന, എന്താ കരുണ, ദൈവത്തിൻ്റെ മേഘസംഭവവും അഗ്നി തൂണുമായി ഇങ്ങനെ ഒരു കരുതൽ കൊടുക്കും. അതിനാണല്ലോ ഷഖീന എന്നൊക്കെ പറയുന്നത്, അല്ലേ? ഈ ദുഃഖത്തിൻ്റെ പാനപാത്രം എന്നുള്ള പാട്ടിനകത്തൊരു വാക്കുണ്ട്, ഷഖീനായും. എന്തു ഈ ഷഖീന? നടന്നൊരു സംഭവം പറയാം. ഒരിക്കൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു ആൻറ്റി എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ ഞാനേ ഇതുവരെ ഇത് വിചാരിച്ചത് ഏതോ നായാണെന്നാണ്, എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു ഈ ഷെക്കീന എന്ന് വെച്ചാൽ എന്തുവാന്നുള്ളത്. അറിയാലല്ലേ? ഷെക്കീന എന്നുള്ളത് വെച്ചാൽ ഗ്ലോറി എന്നാണ്, മഹത്വം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഗ്ലോറി ഓഫ് ഗോഡ് എന്നാണ് ഷെക്കീന. ആൻഡ് ദാറ്റ് വാസ് ദെയർ വിത്ത് ദം. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു പ്രൊട്ടക്ഷൻ. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ നമ്മൾ സ്കൂളിൽ പഠിച്ചതൊക്കെയാണ്: ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയുന്നത്. ഇത് മൂന്നും, അല്ലെങ്കിൽ ആഹാരവും വെള്ളവും പാർപ്പിടവും ഒരു ഷെൽട്ടറും ദൈവം കൊടുക്കുകയാണ്. എവിടെയാണ്? മരുഭൂമിയിൽ. അവിടെ അവരുടെ റിസോഴ്സസ് എല്ലാം തീർന്നു പോയി. അവരുടെ റിസോഴ്സസ് ഒക്കെ തീർന്നു പോയപ്പോഴാണ് ദൈവം അത് അത്ഭുതമായിട്ട് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എവറി മൊമെന്റ്, എവറി മോർണിംഗ് ഇറ്റ്സ് എ വണ്ടർ. അതൊരു അത്ഭുതമാണ് എന്ന് തിരിച്ചറിയണം.
വിലാപങ്ങൾ ഉണ്ടാകണം. വിലാപങ്ങൾ നമ്മെ നയിക്കേണ്ടത്, കരച്ചിൽ നമ്മെ നയിക്കേണ്ടത് ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്ന നന്മകളെ ഓർക്കാനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഓർമ്മകളുടെ സമൂഹമാകണം നമ്മൾ, കഥകളുള്ള സമൂഹമാകണം നമ്മൾ, അല്ലേ? ഈ ഇസ്രയേലിനെ കുറിച്ച് പറയുന്ന ഒരു വലിയ ചിന്തയാണ്, അവർ കഥയുള്ളവരായിരുന്നു എന്ന് പറയും. ദേ ആർ പീപ്പിൾ വിത്ത് സ്റ്റോറീസ് എന്ന് പറയും. ഈ ചില ആളുകളെ നോക്കിയിട്ട് നമ്മൾ പറയും ഒരു കഥയില്ല, വെറുതെയാ എന്ന് പറയത്തില്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു കഥയില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ അത് ഒരു ഗുണവും ഇല്ല എന്നർത്ഥം. കഥയുള്ളവർ ഗുണമുള്ളവരാണ്. ഇസ്രയേലിയർ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച അനുഭവങ്ങളാണ് ഈ വേദപുസ്തകം മുഴുവൻ. ദീസ് ആർ ദ സ്റ്റോറീസ് ഓഫ് ദ ലൈഫ്. അവരുടെ ജീവിതത്തിൻ്റെ കഥകളാണ്. ഈ കഥകൾ എന്ന് പറയുന്നത് അവരുടെ ഓർമ്മകളാണ്. ഈ വിലാപങ്ങൾ വരുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ ഓർക്കണം. എന്തിനാ ഓർക്കുന്നേ? ഓർമ്മകളിൽ വസിക്കാനല്ല, അല്ലേ? അംനേഷ്യ ബാധിച്ച് ഇരിക്കേണ്ടവരല്ല. അംനേഷ്യ, നമ്മൾ ഈ സ്പിരിച്വൽ അംനേഷ്യ എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ 2-3 വാക്കുകളുണ്ട്, സ്പിരിച്വൽ അംനേഷ്യ ആൻഡ് സെലക്റ്റീവ് അംനേഷ്യ എന്ന് പറയും. ഓർക്കേണ്ടത് മാത്രം നമ്മൾ ഓർക്കും, ബാക്കിയുള്ളതൊക്കെ മറന്നു. ചിലത് മാത്രമേ ഓർക്കത്തുള്ളൂ, എല്ലാം ഒന്നും ഓർക്കണമെന്നില്ല. സെലക്റ്റീവ് അംനേഷ്യ പിടിച്ചവരാ. എന്നാൽ ഈ നൊസ്റ്റാൾജിയയും പ്രശ്നമാണ്. പഴയതിൽ താമസിക്കേണ്ടതല്ല, ഓർമ്മകൾ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് പ്രശ്നം, നമ്മൾ ഓർമ്മകളില്ലാത്ത സമൂഹമായി മാറുന്നു എന്നുള്ളതാണ്. ഞാനൊരിക്കലും ഒരു കൺവെൻഷൻ, ഒരു പള്ളിയിൽ ചെന്ന് ഈ ഓർമ്മകളുടെ അനുഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ വീട്ടിലിരിക്കുകയാണ്, നാട്ടിലൊരു പള്ളിയിലാണ്. ആഹാരമൊക്കെ കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അപ്പച്ചൻ വന്നെന്നെ, ഒരു 10-70 വയസ്സുള്ള ഒരു അപ്പച്ചനാണ്. അപ്പച്ചൻ വന്നെന്നോട് സംസാരിച്ചപ്പോൾ അപ്പച്ചൻ്റെ അനുഭവമൊക്കെ എങ്ങനെ പങ്കുവെച്ചു. അനുഭവം, അപ്പച്ചൻ്റെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. 2 മക്കളാണ്. 2 മക്കളെയും പഠിപ്പിച്ചു. മൂത്തത് മകനെ ഈ അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മകനെ നഴ്സിങ്ങിന്, BSc നഴ്സിങ്ങിന്, മെയിൽ നഴ്സിംഗ്, അന്ന് മെയിൽ നേഴ്സ് പോകുന്നവരൊക്കെ ചുരുക്കമാണ്, അദ്ദേഹത്തെ മെയിൽ നഴ്സിങ്ങിന് വിട്ടു. പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് പഠനമൊക്കെ ലോൺ എടുത്തുമൊക്കെയാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് പഠനം കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് ജോലി വേണമല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, പുറത്തേക്ക്, ഗൾഫിലേക്ക് എവിടെയൊക്കെ ഉള്ള ഒരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോവുകയാണ്. എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയാൽ ജോലി കിട്ടണമെങ്കിൽ അന്ന് കുറേ കാശ് എന്തിനൊക്കെയോ ആവശ്യമുണ്ട് ഇതിന്, ഈ ഇൻ്റർവ്യൂ അതുമായി ബന്ധപ്പെട്ടൊക്കെ. കാശൊന്നുമില്ല കയ്യിൽ. അപ്പോൾ ഈ മകൻ വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പ പ്രാർത്ഥിക്കണം, ഇന്ന് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചു, ഉള്ളിൽ അവന് ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചെങ്കിൽ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചത് അവന് കിട്ടരുതേ എന്നാണ്. കിട്ടിയാൽ കൊടുക്കാൻ കാശില്ല, ഇനി കടം വാങ്ങിക്കാൻ ആരുമില്ല, അതുകൊണ്ട് കിട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, എൻ്റെ പ്രാർത്ഥന കേട്ടു, അവന് ജോലി കിട്ടിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും വന്നു, വീണ്ടും ഇതേപോലെ പോയി. അന്നും ഞാൻ പ്രാർത്ഥിച്ചു, പുറത്ത് പറഞ്ഞു, ഉള്ളിൽ പ്രാർത്ഥിച്ചു, കർത്താവേ കിട്ടരുതേ എന്ന്. പക്ഷെ അന്ന് അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ കേട്ടില്ല, അവന് ജോലി കിട്ടി. പിന്നെ വീണ്ടും നാട്ടിലുള്ള എല്ലാവരോടും കടമൊക്കെ വാങ്ങിച്ച്, പലരോടും കടമൊക്കെ വാങ്ങിച്ച് അവനെ ജോലിക്ക് വിട്ടു. അവൻ പോയി, ജോലിയൊക്കെ നല്ലതായി. ഇളയ മകളെ പഠിപ്പിച്ചു, അവളും ഇന്ന് ഉന്നതമായ സ്ഥാനത്ത് 2 പേരുന്നുണ്ട്, നല്ല ജോലിയാണ്. അപ്പോൾ എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ന് എനിക്ക് ഒരു കുറവ്, അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഒരു കുറവുമില്ല അച്ഛാ, എൻ്റെ മക്കൾ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, പക്ഷേ എങ്കിലും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിനാ പ്രാർത്ഥിക്കണ്ടേ, എന്താ പ്രാർത്ഥിക്കണ്ടേ? ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് എൻ്റെ മക്കൾക്ക് കൂടുതൽ ശമ്പളം കിട്ടാൻ വേണ്ടിയോ അവരുടെ ജോലി നല്ലതാക്കാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ട, എനിക്ക് ആരോഗ്യം തരാൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ഇനി എന്തിനാ അപ്പച്ചാ, ഈ 70 വയസ്സ് കഴിഞ്ഞില്ലേ? അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും പശുവിനെ വളർത്തുന്നുണ്ട്. ഈ പശുവിനെ വളർത്താൻ എൻ്റെ മക്കൾ സമ്മതിക്കത്തൊന്നുമില്ല, പക്ഷേ ഇതൊരു ഓർമ്മയാണ്, എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നൊരു ഓർമ്മയാണ്. ഞാൻ പശുവിനെ വളർത്തുന്നുണ്ട്, അതിനെ നോക്കാൻ ഒരു ആരോഗ്യം എനിക്ക് വേണം, അതിന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സമ്പത്തൊന്നും കൊള്ളു കിട്ടാൻ എനിക്ക് പ്രാർത്ഥിക്കേണ്ട. ഞാൻ ഇന്ന് എഴുന്നേറ്റ് അപ്പച്ചൻ്റെ കാലിലൊന്ന് തുറണമെന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സുകൊണ്ടൊന്ന് കാലെ തൊട്ടു. കാരണം ആദ്യമായിട്ട് ഒരു മനുഷ്യൻ പറയുന്നത്, അച്ഛാ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞത്, പശുവിനെ വളർത്താൻ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സദൃശ്യവാക്യങ്ങളൊരു മനോഹരമായ വാക്യമുണ്ട്, എനിക്കിതുവരെ പ്രാർത്ഥിക്കാൻ ഒത്തിട്ടില്ല. അതിങ്ങനെയാണ്, കർത്താവേ സമ്പത്ത് നീ എനിക്ക് തരരുത്, തന്നാൽ ഞാനൊരു പക്ഷേ നിന്നെ നിന്നെ ത്യജിച്ച് പറയാൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യവും തരരുത്, എന്നാൽ ഞാൻ ഭക്ഷണം മോഷ്ടിച്ച് നിന്റെ നാമം വൃഥാവാക്കാം. അന്നെന്നുള്ളത് എനിക്ക് തന്ന് പോറ്റണമേ. വലിയ പ്രയാസമാണ്, ഞാനിതുവരെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒത്തൊന്നും എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഈ അപ്പച്ചൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വലിയൊരു, അപ്പച്ചനെ എഴുന്നേറ്റ് തൊടണം എന്ന് തോന്നി, കാലേ തൊടണം. ഞാൻ മനസ്സുകൊണ്ടൊന്ന് തൊട്ടു. ഇത്ര വലിയ വിശ്വാസത്തിൻ്റെ ഉടമയാണല്ലോ. ഓർമ്മകൾ ഉണ്ടാകണമെന്ന് എന്നോടും അപ്പച്ചൻ പറഞ്ഞതാണ്. ഓർമ്മകൾ ഉണ്ടാകണം.
നിന്നെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർക്കണം. വിലാപങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്കുണ്ടാകേണ്ടത് ഓർമ്മകളാണ്. കാരണം ഇന്നലകളിൽ നമ്മളെ നടത്തിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ അവൻ ഇന്നും നമ്മെ മുന്നോട്ട് നയിക്കും എന്നുള്ള ഓർമ്മയാണത്. എന്തിനാ ഓർക്കുന്നേ? ഓർമ്മകൾ വ്യത്യസ്തമാണ്. ഇന്നലകളിൽ നമ്മൾ വ്യത്യസ്തമായിരുന്നു. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ആയിരിക്കാം, പക്ഷെ നാളെ വി വിൽ ബി ഡിഫറെന്റ് എന്ന് ഓർക്കുന്നതാണ് അല്ലേ? ആ ഓർമ്മകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ പിതാവ് എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്ന വർഷമാണ് ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അന്ന് എൻ്റെ അമ്മയ്ക്ക് 43 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 43ാമത്തെ വയസ്സിലാണ് എൻ്റെ മാതാവ് വിധവയാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ സഹോദരിയുണ്ട്. ഞങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല, പഠനമൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒത്തിരി ആവശ്യമൊക്കെ ഉള്ള സമയത്തൊക്കെ ആയിരുന്നു. അന്നൊക്കെ അന്ന് ഇന്ത്യക്ക് പുറത്ത് വെച്ചാണ്, ഗൾഫിൽ വെച്ചാണ് എൻ്റെ പിതാവിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഈ ആക്സിഡൻ്റ് ഉണ്ടായി, മരണപ്പെട്ടു. ബുധനാഴ്ചയാണ് ശരീരം നാട്ടിൽ കൊണ്ടുവരുന്നത്. ഈ 3 ദിവസവും പ്രാർത്ഥനയ്ക്കൊക്കെ ആളുകൾ വരുമായിരുന്നു, അവിടെ വീട്ടിലൊക്കെ വരുമായിരുന്നു. അന്ന് 3 ദിവസവും എൻ്റെ മാതാവ് എന്നെയും എൻ്റെ ഈ സഹോദരിയെയും പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ തൊട്ടപ്പുറം ഇപ്പം നിർത്തിട്ട് ഇങ്ങനെ കരയുമായിരുന്നു. പക്ഷെ ഒറ്റ വാക്കേ വന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ, ദൈവമേ എന്നൊരു വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. വേറെ ഒന്നും പറഞ്ഞ് കരയാൻ ഞാൻ കേട്ടിട്ടില്ല. ദൈവമേ എന്നൊരു വാക്ക് മാത്രമേ ആ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഒരു പക്ഷേ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അതിന് ധൈര്യം നൽകുന്നത് ഈ ഓർമ്മയാണ്. എൻ്റെ മാതാവ് ഈ ജീവിതത്തിൻ്റെ 43ാമത്തെ വയസ്സിൽ വൈധവ്യം വന്നപ്പോൾ, ഇന്ന് എനിക്ക് 45, ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കും, അന്നത്തെ വലിയ പ്രായമൊന്നുമല്ലല്ലോ 43, വന്നപ്പോൾ ചേർത്ത് പിടിച്ച് ഞങ്ങളോടും ചേർത്ത് പിടിച്ച് കരഞ്ഞത് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു വിലാപമായിരുന്നു, പക്ഷെ അത് ഓർമ്മ കൂടിയാണ്. ഈ അനുഭവങ്ങളിലൊക്കെ നടത്തിയ ദൈവം അന്ന് മുതൽ ഇന്ന് വരെ നടത്തുമ്പോൾ പറയാൻ ഒക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ദൈവം നല്ലവനായിരുന്നു എന്നല്ലേ. വിലാപങ്ങൾ ഉണ്ടാകണം, കരച്ചിലുണ്ടാകണം. ആത്മാർത്ഥമായി ഈ പ്രശ്നങ്ങളെ ചേർത്ത് പിടിക്കുന്നവർക്ക് മാത്രമേ കരയാൻ സാധിക്കുകയുള്ളൂ. കരയുമ്പോൾ നമ്മൾ ഓർമ്മകളില്ലാതെ പോകരുത്, ഓർമ്മകളുടെ സമൂഹമായിട്ട് മാറണം. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും അത് നമ്മളെ പുതിയതാക്കും, മുന്നോട്ട് നയിക്കും. ഇനി മുന്നോട്ട് നയിക്കുമെന്ന് പറയുമ്പോഴും മുന്നിൽ എന്താ നമുക്കറിയാവോ? ഡു യു നോ യുവർ ഫ്യൂച്ചർ? ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് യുവർ ഫ്യൂച്ചർ? നോ. നാളെ എല്ലാം സന്തോഷമാവുന്നെന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നങ്ങൾ നാളെ, ഇതേ വിലാപം നാളെയും ഉണ്ടായിരിക്കാം. തോന്നാം ദൈവമേ നീ എവിടെയാണെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഉറപ്പുണ്ടാകണം, ഭാവി അറിയത്തില്ല എങ്കിലും ഭാവി അറിയാവുന്നൊരു ദൈവത്തെ ഓർക്കണം. ഈ ജോൺ പോൾ II മാർപ്പാപ്പ തൻ്റെ ആത്മകഥ എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഐ ഡോണ്ട് നോ മൈ ഫ്യൂച്ചർ ബട്ട് ഐ നോ എ മാസ്റ്റർ ഹു നോസ് മൈ ഫ്യൂച്ചർ. എൻ്റെ ഭാവി എന്തെന്ന് എനിക്കറിയില്ലെങ്കിലും എൻ്റെ ഭാവി എന്തെന്നറിയാവുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. യു ഷുഡ് നോ യുവർ മാസ്റ്റർ ഹു നോസ് യുവർ ഫ്യൂച്ചർ. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ഒക്കുന്ന ഒരു വലിയ ചിന്തയാണ്. ഭാവി എന്തെന്നറിയത്തില്ലെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ഈ ഭാവി അറിയാവുന്നൊരു ദൈവത്തെ അവരെ പഠിപ്പിക്കണം. ഭാവി എന്തെന്നൊന്നും ആവണമെന്നില്ല, മറിച്ച് ഭാവി അറിയാവുന്നൊരു ദൈവത്തെ ഓർക്കുക, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക. ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവരെ പഠിപ്പിക്കേണ്ടത് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ ഓർക്കാൻ അവരെ പഠിപ്പിക്കണം. ദ നെക്സ്റ്റ് ഈസ് ഓൾവേസ് ക്രൈസ്റ്റ്. അടുത്തത് ക്രിസ്തുവാണ്. നിങ്ങൾ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഈ വിലപിച്ച് നിൽക്കുമ്പോൾ, അടുത്തത് എന്താ എന്ന് അറിയാതെ നിൽക്കുമ്പോൾ അവിടെ അവരോട് പഠിപ്പിക്കണം, അടുത്തത് എപ്പോഴും ക്രിസ്തു കൂടെയുണ്ട്, അവൻ കൂടെയുണ്ട് എന്ന്. അതൊരു ഓർമ്മ കൂടിയാണ്. അത് പഠിപ്പിക്കാൻ നമുക്കൊക്കണം. ഒന്ന് ഞാൻ പറഞ്ഞത്, വിലപിക്കാനൊരു ധൈര്യം ഉണ്ടാകണം. വിലപിക്കുന്നവർക്ക് മാത്രമേ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്തേ തിരിച്ചറിയുകയുള്ളൂ. വിലപിക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുകയുള്ളൂ. ആ തിരിച്ചറിവ് നമ്മെ നയിക്കേണ്ടത് ഓർമ്മകളിലേക്കാണ്. ആ ഓർമ്മകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. 3, എന്തിനാണ് ഈ ഓർമ്മകളൊക്കെ, ഈ വിലാപമൊക്കെ നമ്മെ നയിക്കേണ്ടത്? മുറിവ് ഏറ്റ ലോകത്തിൻ്റെ മുറിവ് കെട്ടാനാണ്. ടു റിപ്പയർ ദ വൂണ്ടഡ് വേൾഡ്. ടു റിപ്പയർ ദ വൂണ്ടഡ് വേൾഡ്. നമ്മൾ ജീവിക്കുന്ന ലോകം വല്ലാതെ മുറിവേറ്റ ലോകമാണ്. നമ്മൾ ഇന്ന് വായിച്ച ഈ അധ്യായങ്ങൾ മുഴുവൻ ആ ഇസ്രയേലിൻ്റെ മുറിവുകളെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളുടെ അപമാനം, അവരുടെ പ്രകൃതി മുഴുവൻ ഇല്ലായ്മ ചെയ്യപ്പെട്ടു, അവരുടെ ആഹാരം അവർക്കില്ലാതെ പോകുന്നു, വെള്ളം ഇല്ലാതെ ഈ 5-ാം അധ്യായമൊക്കെ വായിച്ചാൽ അവിടെ വായിക്കുന്നത് ഞങ്ങൾ വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു.
ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. ഈ പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു മുറിവേറ്റ ലോകത്തെയാണ് കാട്ടിത്തരുന്നത്. ആ മുറിവേറ്റ ലോകത്തിൻ്റെ മുറിവ് കെട്ടാൻ നമുക്കൊക്കണം. വിലപിക്കുന്നവർ മുറിവ് കെട്ടുന്നവർ കൂടിയാണ്. കാരണം ഈ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അതാണല്ലോ, മുറിവേറ്റ് മുറിവ് കെട്ടിയവനാണ്. ദ വൂണ്ടഡ് ഹീലർ എന്നൊക്കെയാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. മുറിവേറ്റ് മുറിവ് കെട്ടിയവനാണ് ക്രിസ്തു. മുറിവെന്തെന്നറിഞ്ഞ് മുറിവ് കെട്ടിയവനാണ്. ഈ നമ്മൾ ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ എല്ലാവരോടും പോയി പറഞ്ഞാൽ അവർക്ക്, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ പ്രായമുള്ളവർക്കൊരു പക്ഷേ മനസ്സിലാവും ഈ പട്ടിണി എന്താണെന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മളോട് നമ്മുടെ മാതാപിതാക്കൾ പറയുകയാണ് പട്ടിണിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമോ? മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ പട്ടിണി അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഈ സന്തോഷ് ചിക്കാന എന്ന് പറയുന്ന ഒരു നല്ല കഥാകൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്, ബിരിയാണി എന്നൊരു കഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, വായിച്ചിട്ടുള്ളവരുണ്ട്. ബിരിയാണി എന്ന കഥയുടെ പേര്. ബിരിയാണി ഒരു മനോഹരമായൊരു കഥയാണ്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കഥയാണ്. ഒത്തിരി അതിനകത്ത് രസകരമായി പറയുന്നത്, നമ്മൾ ഈ അവിടെ വരുന്ന ബംഗാളി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കളിയാക്കുമല്ലോ. ഇപ്പോൾ അതിന് ഈ അന്യസംസ്ഥാന തൊഴിലാളി എന്നൊന്നുമല്ല പറയുന്നത്, അതിഥി തൊഴിലാളി എന്നൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പല രാജ്യത്തും പോയി അന്യസംസ്ഥാന തൊഴിലാളികളായി ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നവനെ നമ്മൾ പറയും അവൻ അന്യസംസ്ഥാന തൊഴിലാളി. അതുമൊക്കെ ഈ കഥ വളരെ ഭംഗിയായി ഒന്ന് സംസാരിക്കുന്നുണ്ട്. അതിലൊരു ഈ കഥയുടെ നായകൻ ഒരു ഗോപാൽ യാദവ് എന്ന് പറയുന്ന ഒരു ബംഗാളിയാണ്, ഒരു ബീഹാറിയാണ്. അപ്പോൾ അവൻ ഈ ഒരു നാട്ടിൽ വന്നിങ്ങനെ ജോലിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ കഥയുടെ ഒരു കഥയിലുള്ള ഒരു അസൈനാർ എന്ന് പറയുന്ന ഒരു കാര്യസ്ഥൻ, ഒരു വീടിൻ്റെ കാര്യസ്ഥൻ ജോലിക്കാരനെ തിരക്കി പോകും. ജോലിക്കാരനെ തിരക്കി പോകുന്നത് എന്തിനാണെന്നറിയാമോ? വീട്ടിലെ കല്യാണം നടന്നു. ആ കല്യാണത്തിന് ഈ അധികം വന്ന ബസുമതി അരി കൊണ്ടുണ്ടാക്കിയ നല്ല ബിരിയാണി അധികം വന്നത് കുഴിച്ചിടാൻ, കുഴിയെടുക്കാൻ വേണ്ടി ആളിനെ തിരക്കി പോവുക. അപ്പോൾ ഈ കഥയിലൊക്കെ ഇവൻ്റെ മകൾ, ഈ മനുഷ്യൻ്റെ, ഈ ഗോപാൽ യാദവ് എന്ന് പറയുന്ന ബീഹാറിയായ മനുഷ്യൻ്റെ മകൾ, അവളുടെ പേര് ബസുമതി എന്നാണ്. ബസുമതി എന്ന് പേര് കൊടുക്കാൻ കാരണം ഭാര്യ ഈ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ബസുമതി അരി നല്ല മണം, അത് കഴിക്കാൻ ഇങ്ങനെ ഈ കൊതി കൊണ്ട് ഒരു 10 രൂപയ്ക്ക് ബസുമതി അരി വാങ്ങിച്ച് കുറിച്ച് തിന്നതുമൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൊതിക്ക് വേണ്ടി കുഞ്ഞിന് പേരിട്ടത് ബസുമതി എന്നാണ്. പക്ഷേ ഈ കുഞ്ഞ് ഈ വിശപ്പ് സഹിക്കാൻ വയ്യാതെ മരിച്ചു പോയതാണ് കുഞ്ഞ്. അവസാനം ഈ കുഞ്ഞിനെ ഈ ബസുമതി അരിയുടെ ഈ ബിരിയാണി ഇങ്ങനെ കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി താക്കുമ്പോൾ ഇവൻ ഓർക്കുന്നത് മരിച്ചുപോയ കുഞ്ഞിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ അനുഭവമൊക്കെ ഇതിൽ പറഞ്ഞതിന് ശേഷം ഈ അസൈനാർ ഇവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് എത്ര രൂപ വേണം? അപ്പോൾ അവൻ 300-350 രൂപ ചോദിക്കും. അപ്പോൾ ഈ മനുഷ്യൻ പറയും, നമ്മുടെ പക്ക മലയാളിയായ ഈ അസൈനാർ പറയും അത്രയൊന്നും തരാനൊക്കത്തില്ല, ബാർഗെയിൻ ചെയ്തിട്ട് പറയും ഞാൻ 250 രൂപ തരാം. അപ്പോൾ അവനോട് പിന്നെ ചോദിക്കും, നിനക്ക് അവിടെ ജോലി അത് കൽക്കരിക്കണിയിലൊക്കെ ആയിരുന്നു, അവിടെ 10 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാം കഷ്ടപ്പെടുമ്പോൾ. അപ്പോൾ അവനോട് പറയും, അവൻ ഈ കഷ്ടതകളൊക്കെ അവൻ്റെ മനസ്സിൽ ഓർക്കും. അപ്പോൾ അവനോട് ഈ അസൈനാർ എന്ന കാര്യസ്ഥൻ പറയും, അവിടെ നിനക്ക് 10 രൂപ കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇവിടെ 250 വന്നപ്പോൾ നിനക്ക് കുറഞ്ഞു പോയി എന്ന് പറയും. അതിനുശേഷം ഈ കഥാകൃത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കഷ്ടതകൾ നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ അത് കഷ്ടത എന്താണെന്ന് അറിയാവുന്ന ആളോട് മാത്രമേ പറയാവൂ. അല്ലാത്തവരോട് പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരോ കോമാളികളോ ആയിട്ട് മാറും. വാസ്തവമാണ്. കഷ്ടത എന്താണെന്ന് അറിയാത്ത ഒരാളോട് കഷ്ടതയെക്കുറിച്ച് പോയി പറഞ്ഞാൽ നമ്മൾ ആരായിട്ട് മാറും? കോമാളികളായിട്ട് മാറും. ക്രിസ്തു ഈ മുറിവേറ്റ് മുറിവ് കൊടുത്തവനാണ്. എന്തിനാ ക്രിസ്തു മുറിവേറ്റെ? എന്താണ് മുറിവെന്ന് അറിയാവുന്നവനാണ് ക്രിസ്തു. എന്താണ് ഒറ്റപ്പെടൽ എന്നറിയാവുന്നവനാണ് ക്രിസ്തു. എന്താണ് തള്ളിക്കളൽ എന്നറിയാവുന്നവനാണ് ക്രിസ്തു. മുറിവിൻ്റെ വേദന എന്തെന്നറിഞ്ഞവനാണ് ക്രിസ്തു. വിലപിച്ചവനാണ് ക്രിസ്തു. കരഞ്ഞവനാണ് ക്രിസ്തു. അത് ഗത്സമനിലും അത് മറിയയും ഈ ലാസറിന്റെ കല്ലറക്കലാണെങ്കിലും ഗത്സമനിലാണെങ്കിലും ഒക്കെ കരഞ്ഞവനാണ് ക്രിസ്തു, വിലപിച്ചവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ വിലാപത്തിൻ്റെ വില അറിയുകയുള്ളൂ. ഒരുപക്ഷെ അത് നമുക്കുമുള്ളൊരു വലിയ വെല്ലുവിളി കൂടിയാണ്. ദൈവം നമ്മുടെ വിലാപത്തെ അറിയുന്നുവെങ്കിൽ നമുക്കുമൊക്കണം ആരുടെയെങ്കിലുമൊക്കെ വിലാപത്തെ അറിയാൻ, ആരുടെയെങ്കിലുമൊക്കെ വേദനകളെ അറിയാൻ നമുക്കൊക്കണം. നമുക്ക് പറയാൻ എളുപ്പമാണ്, ദൈവം ഉണ്ടല്ലോ, ദൈവം നമ്മെ കേൾക്കും. ദൈവം കേൾക്കണമെങ്കിൽ നമ്മളും ആരെങ്കിലുമൊക്കെ കേൾക്കണം. ഈ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ സംസാരിക്കാൻ പറ്റാത്ത മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഒരു അനുഭവമുണ്ട്. അവൻ്റെ ചെവി തൊട്ടിട്ട് ക്രിസ്തു പറയും എഫഥാ, തുറന്നു വരിക എന്ന് പറയും. സംസാരിക്കാൻ ഒക്കത്തില്ല,
ചെവി തൊടും. നമുക്കറിയാം, പിറവിയിലെ കേൾക്കാനൊക്കാത്തവന് സംസാരിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം വളരെ വ്യക്തമാണ്. കേൾക്കുന്നവന് മാത്രമേ പറയാൻ അവകാശമുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളുടെ വേദന കേൾക്കണം, ഞങ്ങളുടെ പ്രയാസം കാണണം, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നീ അറിയണം. ശക്തമായി പ്രാർത്ഥിക്കും, കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കും. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ വിലാപത്തെ നമ്മൾ കേൾക്കാറുണ്ടോ? അവൻ്റെ വേദനയെ നമ്മൾ കാണാറുണ്ടോ? ഇല്ലാതെ എങ്ങനെ പറയാൻ നോക്കും നമുക്ക്, ദൈവമേ എൻ്റെ വേദനയെ നീ കേൾക്കണമെന്ന്? അതുകൊണ്ടാണല്ലോ സ്വർഗ്ഗസ്ഥനായ പിതാവേ പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിക്കണമേ. നീ കേട്ടാൽ മാത്രമേ നിന്റെ നിലവിളി ദൈവം കേൾക്കൂ. സംശയമൊന്നുമില്ല. ഞാൻ നീ എന്നല്ല പറഞ്ഞേ, എൻ്റെ കൂടാ പറയുന്നത്. നമ്മൾ ഒരുമിച്ച് കേൾക്കുന്നവർക്ക് മാത്രമേ പറയാൻ അവകാശമുള്ളൂ. ശക്തമായി എത്ര നേരം വേണമെങ്കിലും നമ്മൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം, കണ്ണടച്ച് വെച്ച് പറയാം. പക്ഷേ കേൾക്കാൻ ചെവി തുറക്കണം, കാണാൻ കണ്ണൂടെ തുറക്കണം. വേദനകളെ കാണാൻ ഒക്കുന്നവർക്ക് മാത്രമേ, നഷ്ടപ്പെടുന്ന ലോകത്തെക്കുറിച്ചൊരു വേദന നമുക്കുണ്ടാകണം. ഈ വിലാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വിലാപങ്ങളുടെ പ്രത്യേകത, ഇവിടെ മുഴുവൻ ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ അനുഭവം, ഞങ്ങളുടെ രാജ്യം എന്നാണ് പറയുന്നത്. ഈ സ്വർഗ്ഗസ്ഥനായ പിതാവേലും അതാണല്ലോ പറയുന്നത്. എൻ്റെ ആഹാരം തരണേ എന്നല്ല പറയുന്നത്, പിന്നെ ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണേ എന്നാണ്. കേൾക്കുന്നവർക്ക് മാത്രമേ ഒക്കെയുള്ളൂ. എത്രയോ ആളുകളാണ് നമ്മുടെ കൂടെയുള്ള കേൾക്കാൻ ആരില്ല എന്ന് പറയുന്നത്, കേൾക്കാൻ ആളില്ല എന്ന് പറയുന്ന എത്രയോ ആളുകൾ അല്ലേ. ഞാൻ ഈ കുറച്ച് നാൾ മുമ്പ് ഒരു വീട്ടിൽ ഒരു അപ്പച്ചൻ ഒന്ന് കാണാൻ പോയതാണ്. ക്രിസ്മസിന് ഒരു കേക്കും കൊണ്ട്, ഞങ്ങളുടെ ഈ ശ്രേയസിന് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരു സ്പെഷ്യൽ കിറ്റ് കൊടുക്കും. അങ്ങനെ കേക്കും കൊണ്ടുപോയി. ഒരപ്പച്ചൻ്റെ അടുക്ക് ചെന്നപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ഇവിടെ നോക്കിയിരിക്കുക. എന്നോട് പറഞ്ഞു, അച്ഛനാണൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ ആരെങ്കിലും കാത്തിരിക്കുകയായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ പറയാൻ തരാമോ, കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക, ഒറ്റയ്ക്ക് ആരുമില്ല. കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക, കണ്ണിൽ മരുന്നൊഴിക്കാൻ ആരെങ്കിലും വഴിക്കടെ പോകുന്നവരെ നോക്കിയിരിക്കുക. കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ അപ്പച്ചൻ മരുന്നൊഴിക്കാൻ ആരുമില്ല. കേൾക്കാൻ ആളില്ലാത്ത അനേകർ നമ്മുടെ നാട്ടിൽ ഇവിടെയുണ്ട്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇത്രയും ആളുകളുടെ മധ്യത്തിൽ ഇരിക്കുമ്പോഴും എത്രയോ ആളുകൾ പറയുന്നുണ്ട്, എൻ്റെ വിലാപം കേൾക്കുന്നില്ലല്ലോ, ദൈവം പോലും കേൾക്കുന്നില്ലല്ലോ എന്നൊരു വിഷയം പറഞ്ഞേക്കാം. നമുക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുക, ഈ ഇരിക്കുമ്പോൾ വിങ്ങലുമായി ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആരുടെയെങ്കിലും വിങ്ങൽ അറിയുന്നുണ്ടോ? ആദിമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവരിൽ ബുദ്ധിമുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം സമൂഹം ഒരുമിച്ച് ആരാധിച്ചപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാമായിരുന്നു. ഈ സമൂഹത്തിന് ഒരുമിച്ച് ആരാധിക്കുന്നവരുടെ വേദനകൾ നമ്മൾക്ക് അറിയാനൊക്കണം. ചിലപ്പോൾ ഒരു വാക്ക് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ജെറോം മോട്ടോ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്യാട്രിസ്റ്റ്. അദ്ദേഹം ഈ അമേരിക്കയിലെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അമേരിക്കയിലെ ഈ ഫോറൻസിക് സൈക്കോളജിസ്റ്റാണ്. ഡോക്ടേഴ്സ്, ഈ പോലീസിനോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു റിസർച്ച് ഈ സൂയിസൈഡ് ചെയ്ത ആളുകളെ കുറിച്ചാണ്. അദ്ദേഹം അവരെക്കുറിച്ച് പഠിക്കുന്നത് ആളുകൾ സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ചിന്തയ്ക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഈ അസ്വസ്ഥപ്പെടുത്തിയ ഒരു സൂയിസൈഡിനെ കുറിച്ചാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൽ നിന്ന് ചാടി മരിച്ച ഒരാളെ കുറിച്ചാണ്. അപ്പോൾ ഈ സൂയിസൈഡ് നടന്നു കഴിയുമ്പോൾ ആ വീട്ടിൽ പോലീസ് ചെക്കിങ്ങിന് പോകും. അപ്പോൾ ഇദ്ദേഹം അവരുടെ കൂടെ പോയി ആ വീടും അവിടുത്തെ ആളുകളുണ്ടെങ്കിൽ അവരെയും ഒക്കെ നോക്കുന്നതിന് വേണ്ടി. ഒരു ദിവസം ഒരു യുവാവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു സൂയിസൈഡൽ നോട്ട് കണ്ടു. നോട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഐ എം ഗോയിങ് ടു എൻഡ് മൈ ലൈഫ്, ഐ എം ഗോയിങ് ടു വോക്ക് ടു ദി ബ്രിഡ്ജ്. ഇഫ് വൺ പേഴ്സൺ smiles at me in between, I'll come back. And if one person asks me, how are you, I'll come back. ഞാൻ മരിക്കാൻ പോവുക, എൻ്റെ പോകുന്ന വഴിയിൽ ഒരാൾ എന്നെ നോക്കി ചിരിച്ച് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു വരും. ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. കാരണം ഒരാൾ പോലും ചിരിച്ചില്ല, ഒരാൾ പോലും ചോദിച്ചില്ല എന്തുകൊണ്ട് ഹൗ ആർ യു. സുഖമാണോ എന്ന് ചോദിക്കുന്നത് സുഖമാകണമേ എന്നൊരു പ്രാർത്ഥന കൂടിയല്ലേ അത്. നമ്മൾ ഒരാളോട് ചോദിക്കുക സുഖമാണോ, അതിനൊരു പ്രാർത്ഥന കൂടിയാണ്. സുഖമല്ല ആകണം എന്നൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്നവരിൽ പലരുമുണ്ട് കേൾക്കാൻ ആളില്ല എന്ന് പറയുന്നവർ. അവരോടൊപ്പം അവരോട് സുഖമാണോ എന്ന് ചോദിക്കാൻ ആത്മാർത്ഥമായി ചോദിക്കുന്ന സമൂഹമായി നമ്മൾ മാറണം. കരച്ചിലുള്ള സമൂഹത്തിന് മാത്രമേ, കരയുന്ന സമൂഹത്തിന് മാത്രമേ ഇത് ചോദിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് കരയുന്ന സമൂഹത്തിന് മാത്രമേ മുറിവ് കെട്ടാൻ സാധിക്കുകയുള്ളൂ. കരയാൻ നമുക്കിഷ്ടമല്ല. നമ്മൾ ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്ന സമൂഹമാണ്.
നമ്മൾ കരച്ചിലുകൾ ഇഷ്ടപ്പെടുന്നവരല്ല. പലപ്പോഴും പലരെയും കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും കരച്ചിൽ നമുക്കിഷ്ടമല്ല. ആഘോഷങ്ങളാണ് ഇഷ്ടം. ആഘോഷങ്ങൾ ആവശ്യമാണ്, ഒരിക്കലും അത് വേണ്ടാന്നല്ല പറഞ്ഞത്. എന്നാൽ കരയാൻ പറ്റുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ കരച്ചിലിനെ കാണാൻ സാധിക്കുകയുള്ളൂ, മുറിവ് കെട്ടാൻ സാധിക്കുകയുള്ളൂ. കരയുന്ന സമൂഹമായി ഈ അബുദാബി മാർത്തോമ ഇടവക മാറണം. കരച്ചിലൊരു പ്രാർത്ഥന കൂടിയാണ്. എവിടെയാണ് നമ്മൾ ഇറക്കി വെക്കുന്ന ഈ കരച്ചിൽ? ദൈവസന്നിധിയിലല്ല, ഇതൊരു പ്രാർത്ഥന കൂടിയാണ്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ ആവശ്യങ്ങളും ഒക്കെ അറിഞ്ഞ് നമ്മൾ ഇറക്കി വെക്കുകയാണ്. കരയുന്ന സമൂഹം ഓർമ്മകളുടെ സമൂഹമായിരിക്കും. കരയുന്ന സമൂഹം മുറിവ് കെട്ടുന്ന സമൂഹമായിരിക്കും. എൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ കരയാനൊരു ധൈര്യം ഉണ്ടാകണം. ആ കരയുന്നവർക്ക് മറ്റുള്ളവൻ്റെ വേദനകളെയും സ്വീകരിക്കാനൊക്കും. എന്നാൽ ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അവൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അവൻ്റെ ദയ വലുതാണ്, ഓരോ ദിവസവും അത് വലുതാണ്. തലകളെ വണക്കാം. കരയുന്ന ഒരു സമൂഹമായി ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരയുന്നവർക്ക് മാത്രമേ കരച്ചിലിൻ്റെ വേദന തിരിച്ചറിയുകയുള്ളൂ. കണ്ണുനീർ നഷ്ടപ്പെട്ട ഒരു സമൂഹമായി നമ്മൾ മാറാറുണ്ട്. കരച്ചിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. കരച്ചിൽ ബലഹീനതയാണ് എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ഏറ്റവും വലിയ ബലം അത് കണ്ണുനീരാണ്. അത് ദൈവസന്നിധിയാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും. ഓരോ വിലാപവും നമ്മെ നയിക്കേണ്ടത് ഓർമ്മകളിലേക്കാണ്. ഇന്നലകളിൽ ഇങ്ങനെ അല്ലായിരുന്നുവല്ലോ, ഇന്നലകളിൽ ഇങ്ങനെയല്ല എങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് അത്ര സുഖകരമായ അനുഭവമാകണമെന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ദയ ഓരോ ദിവസവും പുതുതാണ്. എവറി മൊമെന്റ് ഈസ് എ വണ്ടർ. Every moment is a gift. Every moment we are experiencing the grace of God. ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന നിമിഷമാണ് ഓരോ നിമിഷവും. ഓരോ ശ്വാസവും ഒരു അത്ഭുതമാണ്. Every breath is a wonder. അത് ഓരോ നിമിഷവും പുതിയതാണല്ലോ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ആശ്രയിക്കാനുള്ളത് ഒന്ന് മാത്രം, അവൻ്റെ ദയ, അവൻ്റെ കരുണ. അത് വലുതാണ്, അത് പുതിയതാണ്. ഇന്നലകളിൽ നടത്തിയ ദൈവം അവൻ ഇന്ന് കൂടെയുള്ളവനാണ്, നാളെയും നടത്താൻ വിശ്വസ്തനാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഇടവകയെയും നമ്മുടെ യുവജന സഖ്യത്തെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, കരയുന്നൊരു സമൂഹമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തലമുറകൾക്ക് വേണ്ടി കരയുന്ന കന്യാന്യസ്ത്രീമാരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വേദനകളെ തിരിച്ചറിയുന്ന സമൂഹമായി മാറുവാൻ ക്രിസ്തു വേദനകളെ തിരിച്ചറിഞ്ഞതുപോലെ, ആ മുറിവുകളെ കെട്ടിയതുപോലെ വേദനകളെ തിരിച്ചറിഞ്ഞ് മുറിവ് കെട്ടുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. If Christ is a wounded healer, Lord, let us help us to be the wounded healers in this church. മുറിവേറ്റ് മുറിവ് കിട്ടുന്നവരായി മാറുവാൻ ഞങ്ങളെയും സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. തുണയെനിക്കേശുവാം കുറവിനിയില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിൽ ആകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാൻ. തുണയെനിക്കേശുവാം കുറവിനിയില്ലതാൽ അനുദിനം തൻ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനാം
തുണയെനിക്കേശുവാ കുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പ്രാർത്ഥിക്കാൻ ജ്യോതി